ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം അത് ഏതായിരുന്നു എന്ന് പറയണം. ഓർത്തിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവം പറയണം. ഏതായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് ഓരോരുത്തരും മുന്നോട്ട് വന്നതെന്ന് പറയണം. ഇതായിരുന്നു ഈ ഒരു മോർണിംഗ് ടാസ്ക്. ഈ ഒരു മോർണിംഗ് ടാസ്ക് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ? അനീഷ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അനീഷിന് ഗെയിം അല്ലായിരുന്നു എന്ന് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നപ്പോഴും കമന്റ് വരും, അനീഷ് ഗെയിം കളിച്ചു, അനീഷ് ചീറ്റ് ചെയ്തു, ഷാനവാസിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. അത് കാണുന്നു, നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ ഈ ഒരു മോർണിംഗ് ടാസ്കിലാണ് ശരിക്കും അനീഷ് തെളിയിച്ചത്. അനീഷിന് ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു ഗെയിം അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അനീഷ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അനീഷ് തന്നെ പറയുന്നുണ്ട്, വലിയ സർക്കിൾ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അപ്പോ ഫ്രണ്ട്സ് ആക്കുന്ന ആളുകളെ അത്രയധികം ആത്മാർത്ഥമായിട്ടാണ് അനീഷ് സ്നേഹിക്കുന്നത്. അപ്പൊ ഈ ഒരു മോർണിംഗ് ടാസ്കിൽ അനീഷ് മുന്നോട്ട് വന്നെന്ന് പറയുന്ന സംഭവം, എന്തൊക്കെ സംഭവങ്ങൾ അനീഷ് പറയാമായിരുന്നു? അനീഷ് പറഞ്ഞ സംഭവം ഷാനവാസുമായിട്ട് ജയിലിൽ കിടന്ന ആ ഒരു ദിവസത്തെ പറ്റിയാണ് അനീഷ് പറയുന്നത്. അത് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആയിരുന്നു. ഫ്രണ്ട്സിനോടൊപ്പം തിരിച്ച് കോളേജ് കാലത്തേക്ക് പോയ പോലെയൊക്കെ തോന്നിയെന്നാണ് അനീഷ് പറയുന്നത്. പ്രഷ്യസ് ആയിട്ടുള്ള അതുല്യമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. ജയിലിൽ കിടന്ന ഒരു മെമ്മറി പറയുകയാണ്, ഒന്ന് ഓർത്തോണം. അത് അത്രയധികം ഷാനവാസിനെ ഒരു ഫ്രണ്ടായിട്ട് അനീഷ് അംഗീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഷാനവാസ് പറയാൻ വെച്ചിരുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇവരെ പറയുന്നത് ഏതാണെന്നറിയോ? അക്ബറിന്റെ കൂടെ ഇരുന്ന് കരഞ്ഞ ആ ഒരു കാര്യമാണ്. അവർ രണ്ടുപേരും കൂടെ മറ്റേ അവിടെ ആ ഒരു ഏരിയയിൽ, മൈജിയുടെ ഏരിയയിൽ ഇരുന്ന് കരഞ്ഞല്ലോ. അതിനെപ്പറ്റിയാണ് ഷാനവാസ് പറയുന്നത്. അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവരുടെ മൊമെന്റുകളെ പറ്റി പറയുന്നുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ മൊമെന്റുകൾ കാണുമല്ലോ. നൂറ വന്ന് എന്ന് പറയുന്ന ഒരു മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവി നൈറ്റ് ബ്രോഡാഡി സിനിമ കാണിച്ചല്ലോ, അതാണ് നൂറ പറഞ്ഞത്. പിന്നെ അങ്ങനെ പലരും ഓരോരോ മൊമെന്റ്സ് വെച്ചിട്ട് പറയുന്നുണ്ട്, ഓരോ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. ഇത് BB+ൽ വൈകുന്നേരം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.